ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 3ാം ക്ലാസ്സിലെ മാത്സിലെ സംഖ്യകൾ കൂട്ടുകാർ എന്ന പാഠഭാഗത്തിലെ പേജ് നമ്പർ 28 മുതൽ 32 വരെയുള്ള ആക്ടിവിറ്റീസാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ 2 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പാർട്ട് 1ഉം പാർട്ട് 2ഉം. അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണുക. താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇനി എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്ന് നോക്കാം. കൂട്ടുകാർ റെഡിയാണോ? അടുത്തതായിട്ട് കോർണർ PTA എന്നുള്ളത് മുതലാണ് നമുക്ക് നോക്കാനുള്ളത്. ഇവിടെ ഒരു കുട്ടി പറയാണ്, അച്ഛാ വരുമ്പോൾ പഴം വാങ്ങണേ, നാളെ കോർണർ PTA നമ്മുടെ വീട്ടിലല്ലേ എന്നാണ് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് ഇവിടെ ഒരു PTAയുടെ ഒരു ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ടല്ലേ. അച്ഛൻ കോർണർ PTAക്ക് വേണ്ടി 6 കിലോഗ്രാം പഴം വാങ്ങി. 6 കിലോ പഴമാണ് വാങ്ങിയത്. 1 കിലോഗ്രാം പഴത്തിന് 50 രൂപയാണ് വില. 500 രൂപ കടയിൽ കൊടുത്തു. ബാക്കി 3 തരം നോട്ടുകളാണ് തിരിച്ചു കിട്ടിയത്. ഏതൊക്കെ നോട്ടുകളാണ് തിരിച്ചു കിട്ടിയത്? ഓരോന്നും എത്ര വീതം? അപ്പോൾ നോട്ട് എണ്ണം എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം കണക്കാക്കേണ്ടത് എന്താണ്? 1 കിലോഗ്രാം പഴത്തിന് 50 രൂപയാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ എത്ര കിലോഗ്രാമാണ് വാങ്ങിയത്? 6 കിലോ ആണ് വാങ്ങിയത്. അപ്പോൾ എത്രയാണ്? ആകെ പഴത്തിൻ്റെ വില എന്ന് പറയുന്നത് 6 × 50. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടും 300. അപ്പം 300 രൂപയാണ് ഈ പഴത്തിൻ്റെ വില എന്ന് പറയുന്നത്. 500 രൂപയാണ് കടയിൽ കൊടുത്തത് അല്ലേ. അപ്പോൾ 500 രൂപ കടയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കി എന്ന് പറയുന്നത് 200 രൂപയായിരിക്കും. കാരണം എത്രയാണ്? 500 - 300 200 ആണ്. അപ്പോൾ 200 കിട്ടണമെങ്കിൽ ഏതൊക്കെ നോട്ടുകളായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക? 3 തരം നോട്ടുകളാണ് കിട്ടിയത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഒന്ന് കിട്ടിയിട്ടുണ്ടാവും 100 രൂപയുടെ ഒരു നോട്ട് കിട്ടിയിട്ടുണ്ടാവും. പിന്നെ എത്രയാണ്? 200 രൂപയാണുള്ളത് അല്ലേ. അപ്പോൾ ബാക്കി 100 രൂപയും കൂടി ഉണ്ട്. അപ്പോൾ ഏതൊക്കെ നോട്ടുകളായിരിക്കും? ഒരു 100 രൂപയും കൂടെ നോട്ട് കിട്ടണമെങ്കിൽ ഒന്നെങ്കിൽ 50 കിട്ടാം അല്ലേ. 50ഉം 40ഉം 10ഉം അപ്പോഴും 200 രൂപയാകും. ഈ 100 ഒരു നോട്ടും 50ൻ്റെ ഒരു നോട്ടും 40ൻ്റെ ഒരു നോട്ടും 10ൻ്റെ ഒരു നോട്ടുമായിരിക്കും. ഒന്നെങ്കിൽ നമുക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നമുക്ക് 100 രൂപയുടെ ഒരു നോട്ട്, പിന്നെ 50 രൂപയുടെ ഒരു നോട്ട്, പിന്നെ 10 രൂപയുടെ നോട്ടും കിട്ടിയിട്ടുണ്ടാവാം. 100 രൂപയുടെ നോട്ട് ഒരെണ്ണം, 50 രൂപയുടെ നോട്ട് ഒരെണ്ണം, 10 രൂപയുടെ നോട്ട് 5 എണ്ണം. അങ്ങനെ കിട്ടുമ്പോഴും ടോട്ടൽ 200 രൂപയായിരിക്കും. അപ്പോൾ ടോട്ടൽ 200 രൂപ കിട്ടുന്ന വിധത്തിലുള്ള ഏത് നോട്ട് വേണമെങ്കിലും നമുക്ക് എഴുതാവുന്നതാണ്. മനസ്സിലായോ? ഇനി അടുത്തത് നോക്കൂ. ഡ്രാഗൺ. മിൻഹയും കൂട്ടുകാരും പാർക്കിലെത്തി. ഇവിടെ ഒരു ഡ്രാഗൺ, നമുക്ക് അതിൽ കളിക്കാമെന്നാണ് മിൻഹ പറയുന്നത്. ഇനി ഡ്രാഗണിൽ തുടർന്ന് വരുന്ന സംഖ്യകൾ എഴുതൂ. 898, 899, പിന്നെ എത്രയായിരിക്കും വരുന്നത്? പിന്നെ വരുന്നത് അടുത്തതെന്ന് പറയുന്നത് ഇവിടെ 900 വരും അല്ലേ. 900, 901, 902, 903, 904, 905, 906, 907, 908, 909, 910, 911, 912, 913 ഇങ്ങനെയാണ് സംഖ്യകൾ വരേണ്ടത്. 13, അതിനുശേഷം 914, 915, 916, 917, 918, 919 ഇങ്ങനെ കറക്റ്റായിട്ട് ഓർഡറിലായിട്ട് സംഖ്യകൾ വരും. ഇനി 800 വായിക്കൂ, സംഖ്യകൾ എഴുതൂ. ഇവിടെ സംഖ്യകൾ വേർഡ്സിൽ തന്നിട്ടുണ്ട്, നമ്മളത് നമ്പർ ആക്കിയിട്ട് എഴുതുകയാണ് വേണ്ടത്. 899 എങ്ങനെ എഴുതാം? 899. 900 ഓക്കെ. 901, 901. ഇനി 990 എങ്ങനെയാണ്? 990. ഇനി 995, 995. ഇനി 998, 998. വളരെ സിമ്പിളാണല്ലേ. അപ്പോൾ അതുപോലെ കൂട്ടുകാരൊന്ന് എഴുതി കൊടുത്താൽ മാത്രം മതി, അവിടെ വേറെ ഒന്നും ചെയ്യാനില്ല. നേരെ നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കിയാലോ. സഹോദരൻ്റെ സമ്മാനം.
മിൻഹയ്ക്ക് ചേട്ടൻ ഒരു സമ്മാനം കൊടുത്തു. കേരളത്തിലെ നദികൾ അടയാളപ്പെടുത്തിയ ചിത്രം. അവൾക്ക് സമ്മാനം വളരെ ഇഷ്ടപ്പെട്ടു. കേരളത്തിലെ ചില നദികളുടെ പേരും അവയുടെ നീളവും അവർ പട്ടികയിൽ എഴുതിയത് നോക്കൂ. ചുവടെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതൂ. ഇവിടെ മഞ്ചേശ്വരം പുഴ 16 കിലോമീറ്റർ ആണ്. വളപ്പട്ടണം പുഴ 110 കിലോമീറ്റർ, ചാലിയാറ് 169 കിലോമീറ്റർ, ഭാരതപ്പുഴ 209 കിലോമീറ്റർ, പെരിയാറ് 244 കിലോമീറ്റർ, പമ്പയാറ് 176 കിലോമീറ്റർ, അച്ചൻകോവിലാറ് 128 കിലോമീറ്റർ, നെയ്യാറ് 56 കിലോമീറ്റർ, കല്ലടയാറ് 121 കിലോമീറ്റർ. ഇനി ഇവിടെ ചോദ്യം, ഏറ്റവും നീളം കൂടിയ നദി. ഇതിലെ ഏറ്റവും നീളം കൂടിയത് ഏതാണ്? ഏറ്റവും നീളം കൂടിയത് ഭാരതപ്പുഴ. അപ്പോൾ അവിടെ എഴുതേണ്ടത് എന്താണ്? ഭാരതപ്പുഴ. ഇവിടെ ഭാരതപ്പുഴ എന്ന് എഴുതി കൊടുക്കുക. ഇനി ഏറ്റവും നീളം കുറഞ്ഞ നദി. ഇതിൽ ഏറ്റവും നീളം കുറഞ്ഞത് ഏതാണ്? നോക്കൂ, ഏറ്റവും നീളം കുറഞ്ഞത് ഇതാണ്, മഞ്ചേശ്വരം പുഴയാണ്. അപ്പോൾ അവിടെ നിങ്ങൾ മഞ്ചേശ്വരം പുഴ എന്നിവിടെ എഴുതി കൊടുക്കുക. മഞ്ചേശ്വര പുഴ. ഓക്കെ, മഞ്ചേശ്വരം പുഴ. ഇനി അടുത്തത്, ചാലിയാറിനേക്കാൾ നീളം കൂടിയ എത്ര നദികളാണ് പട്ടികയിൽ ഉള്ളത്? നീളത്തിനനുസരിച്ച് വലുതിൽ നിന്നും ചെറുതിലേക്ക് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം നോക്കേണ്ടത് ചാലിയാറിന് എത്ര ഉണ്ടെന്ന് നോക്കണം അല്ലേ. ചാലിയാറിനേക്കാൾ നീളം കൂടിയത് ഏതൊക്കെയാണ്? ചാലിയാർ എന്ന് പറയുന്നത് 169 ആണ്. അതിനേക്കാൾ നീളം കൂടിയത് ഏതൊക്കെയാണുള്ളത്? ഒന്ന് 169 കഴിഞ്ഞ് 176 പമ്പയാറ് അല്ലേ. പമ്പയാറ് അതിനേക്കാൾ നീളം കൂടിയതാണ്. അതുപോലെ തന്നെ ഭാരതപ്പുഴ, പെരിയാർ. ഏറ്റവും നീളം കൂടിയ നദി എന്നുള്ളിടത്ത് ഭാരതപ്പുഴയല്ല കേട്ടോ, പെരിയാറാണ് എഴുതേണ്ടത്. സോറി, പെരിയാറാണ് എഴുതേണ്ടത്. ഇവിടെ പെരിയാറാണ്. കാരണം പെരിയാർ 244 ഭാരതപ്പുഴ 209 അപ്പോൾ അവിടെ പെരിയാറാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്, ചാലിയാറിനേക്കാൾ നീളം കൂടിയത് ഒന്ന് പമ്പയാറ് അല്ലേ. ആദ്യം പമ്പയാറിൻ്റെ പേര് എഴുതുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പമ്പയാർ കഴിഞ്ഞാൽ ഭാരതപ്പുഴ, പിന്നെ എഴുതേണ്ടത് പെരിയാർ. ഓക്കെ, ഭാരതപ്പുഴ, പെരിയാർ, അങ്ങനെയാണ് നിങ്ങളവിടെ എഴുതി കൊടുക്കേണ്ടത്. അപ്പോൾ വലുതിൽ നിന്നും ചെറുതിലേക്കാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം വരേണ്ടത് പെരിയാറാണ്. പെരിയാർ, ഭാരതപ്പുഴ, പമ്പയാർ, അങ്ങനെയാണ് എഴുതി കൊടുക്കേണ്ടത്. ഇനി അടുത്തത് നോക്കൂ, പാറ്റേൺ. ഇനി അടുത്തത് വിലയിരുത്തൽ പ്രവർത്തനങ്ങളാണ് നോക്കാനുള്ളത്. ഒന്നാമത്തേത് പാറ്റേൺ നോക്കിയിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അടുത്ത ആദ്യത്തെ പാറ്റേൺ നോക്കൂ, 11, 22, 33, 44. അടുത്തത് വരേണ്ടത് എത്രയാണ്? 55. അത് കഴിഞ്ഞാൽ 66. പിന്നെ 150, 250, 350 വളരെ സിമ്പിളാണല്ലേ. അത് കഴിഞ്ഞാൽ നമുക്കറിയാം 450. അത് കഴിഞ്ഞാൽ 550. ഇനി 100, 101, 103, 106. 100, 101. അത് കഴിഞ്ഞാൽ 103 പിന്നെ 106. അപ്പോൾ 106 കഴിഞ്ഞാൽ എത്രയാണ് വരേണ്ടത്? 100ഉം 101ഉം തമ്മിൽ 1 വ്യത്യാസം. ഇനി 103ഉം 106ഉം തമ്മിൽ 3 വ്യത്യാസം. ഇനി അടുത്തത് എത്രയാണ്? 4 വ്യത്യാസം വരേണ്ടത്, അഥവാ 110. അത് കഴിഞ്ഞാൽ 115, അങ്ങനെയാണ് വരേണ്ടത്. ഇനി 990, 980, 970. അത് കഴിഞ്ഞാൽ 960. കാരണം 10 കുറഞ്ഞാണ് വരേണ്ടത്. അത് കഴിഞ്ഞാൽ 960 കഴിഞ്ഞാൽ 950. കൂട്ടുകാർക്ക് ഇതിൻ്റെ വ്യത്യാസം മനസ്സിലായില്ലെങ്കിൽ രണ്ട് സംഖ്യകൾ തമ്മിൽ നിങ്ങളൊന്ന് കുറച്ച് നോക്കുക. ഇനി എൻ്റെ വക. അപ്പോൾ നമുക്ക് ഇവിടെ ഇതുപോലെ കുറച്ച് പാറ്റേൺ ഉണ്ടാക്കണം. ഒന്നുകിൽ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാം, 100, 200, 300, 400 അല്ലേ. അല്ലെങ്കിൽ നമുക്ക് വേറെ ഒരെണ്ണം ഉണ്ടാക്കാം, 100, 105, 110, 115. ഇനി അതല്ലെങ്കിലോ 10, 20, 30, 40 അങ്ങനെ ഉണ്ടാക്കാം. അല്ലെങ്കിൽ 12, 14, 16, 18 അങ്ങനെ രണ്ടിൻ്റെ വ്യത്യാസത്തിലും നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള പാറ്റേൺ നിങ്ങൾക്ക് അവിടെ ഉണ്ടാക്കാവുന്നതാണ്. ഇനി അടുത്തത് നോക്കൂ. അടുത്തത്, ഞാൻ ആരാണെന്ന് പറയാമോ? ഞാൻ 2 അക്ക സംഖ്യയാണ്, 80-ൽ കൂടുതലാണ്. ഓക്കെ,
ഒന്നുകളുടെ സ്ഥാനത്തെ അക്കം പത്തുകളുടെ സ്ഥാനത്തെ അക്കത്തേക്കാൾ ഒന്ന് കുറവാണ്. അഥവാ പത്തുകളുടെ സ്ഥാനത്തെ അക്കത്തേക്കാൾ ഒന്ന് കുറവാണ് എന്ന് പറയുമ്പോൾ അവിടെ എത്രയാണ്? അവിടെ വരേണ്ടത് 9 എന്നുള്ളതാണ് അല്ലേ. ഇനി രണ്ടക്ക സംഖ്യയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, 80 കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 80 കൂടുതലാണെങ്കിൽ 80 8 തന്നെ നമുക്ക് എടുക്കാം. ഇനി ഒന്നുകളുടെ സ്ഥാനത്തെ അക്കം എത്രയാണ്? 10 സ്ഥാനത്തേക്കാൾ ഒന്ന് കുറവാണ്. അപ്പോൾ അവിടെ 9 ആയിരിക്കും. അപ്പോൾ ഉത്തരമായിട്ട് വരുന്നത് 89. ഇനി അടുത്തത് നോക്കൂ. അടുത്തത് ഞാൻ മൂന്നക്ക സംഖ്യയാണ്. ഓക്കെ, അക്കങ്ങളുടെ തുക 15 ആണ്. മൂന്നക്ക സംഖ്യയാണ്. അക്കങ്ങളുടെ തുക എന്ന് പറയുന്നത് 15 ആണ്. ഒന്നുകളുടെ സ്ഥാനത്തെ അക്കത്തേക്കാൾ 8 കുറവാണ്. നൂറാം സ്ഥാനത്തെ അക്കം എന്ന് പറയുന്നത്. അപ്പോൾ മൂന്നക്ക സംഖ്യയാണ്. അക്കങ്ങളുടെ തുക 15 ആണ്. അപ്പോൾ അക്കങ്ങളുടെ തുക 15 ആയിട്ട് വരുന്ന ഒരു സംഖ്യയാണ് നമ്മളിവിടെ എടുക്കേണ്ടത്. അപ്പോൾ എത്ര എടുക്കാം? നമുക്ക് നോക്കാം. 15 ഒരു 1 അല്ലേ, 5 അല്ലേ, 5ഉം 1ഉം 6 വന്നു. 6ഉം പിന്നെ 15 എത്ര വേണം? 9 വേണം. അപ്പോൾ ഇതിൻ്റെ സംഖ്യയുടെ തുക എന്ന് പറയുന്നത് 15 ആയിട്ട് നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഒന്നുകളുടെ സ്ഥാനത്തെ അക്കത്തേക്കാൾ 8 കുറവാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എത്രയായിരിക്കും? സംഖ്യ എന്ന് പറയുന്നത് 159 ആയിരിക്കും. ഓക്കെ, ഇതുപോലുള്ള ഒരു ചോദ്യം നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതൂ. ചോദ്യങ്ങൾ കൂട്ടുകാരുമായിട്ട് കൈമാറി ഉത്തരങ്ങൾ കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിലെ അടുത്ത പ്രവർത്തനം നോക്കൂ. സ്കൂൾ സ്റ്റോറിലേക്ക് 950 പെൻസിലുകൾ വേണം. മിൻഹ 7 പെട്ടി പെൻസിലുകളും 6 പാക്കറ്റ് പെൻസിലുകളും കൊടുത്തു. ഒരു പെട്ടിയിൽ 100 പെൻസിലുകളും ഒരു പാക്കറ്റിൽ 50 പെൻസിലുകളുമാണുള്ളത്. ഇനി എത്ര പെൻസിലുകൾ കൂടി വേണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം നോക്കേണ്ടത് എന്താണ്? 950 ആകെ പെൻസിലുകളുടെ എണ്ണം എന്ന് പറയുന്നത് 950 പെൻസിലുകളാണ് വേണ്ടത്. 950 പെൻസിലുകൾ. ഇനി മിൻഹ 7 പെട്ടി പെൻസിലുകളും 6 പാക്കറ്റ് പെൻസിലുകളും കൊടുത്തു. ഒരു പെട്ടിയിൽ എത്രയാണ്? 100 പെൻസിലും ഒരു പാക്കറ്റിൽ 10 പെൻസിലുമാണുള്ളത്. അപ്പോൾ 7 പെട്ടി പെൻസിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പെട്ടിയിൽ 7 × 100 അഥവാ 700 പെൻസിൽ കൊടുത്തു പെട്ടിയായിട്ട്. ഓക്കെ, ഇനി എത്ര പാക്കറ്റാണ്? 6 പാക്കറ്റ് കൊടുത്തിട്ടുണ്ട് അല്ലേ. 6 പാക്കറ്റ് ഒരു പാക്കറ്റിൽ 10 പെൻസിൽ. 6 പാക്കറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ 6 × 10 60. അങ്ങനെയാണെങ്കിൽ 700 + 60 760. ഇനി എത്ര പെൻസിലുകൾ കൂടി കൊടുത്താലാണ് 950 ആവുക? വളരെ ഈസിയാണ്. 950 - 760 ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലാവും ഇനി എത്ര പെൻസിലുകൾ കൊടുക്കണമെന്ന്. എത്രയായിരിക്കും ഉത്തരം വരുന്നത്? കൂട്ടുകാരൊന്ന് ചെയ്തു നോക്കേ. 950 - 760 എന്നുള്ളത്. അപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്ര പെൻസിൽ ഇനി വേണമെന്ന്. ചെയ്ത് നോക്കിയോ? എത്രയാണ് ഉത്തരം കിട്ടിയത്? ഉത്തരം കിട്ടിയില്ലേ? അപ്പോൾ ഉത്തരം മനസ്സിലായി അല്ലേ. എത്രയാണ്? ഇവിടെ 0 വരും, ഇവിടെ 5 ആണ്. അപ്പോൾ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ 15 വരും. 15ൽ 6 എത്ര തവണ പോവും? വേഗം പറയൂ. എത്രയാണ്? 9 കിട്ടും അല്ലേ. അപ്പോൾ എത്രയാണ്? ഇവിടെ 1 വരും, 190. അപ്പോൾ ഇനി എത്ര പെൻസിലുകൾ വേണം? 190 പെൻസിലുകളാണ് ഇനി വേണ്ടത്. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ 950 പെൻസിലുകൾ പെട്ടിയിലും പാക്കറ്റിലുമായാണ് കൊടുക്കുന്നതെങ്കിലോ എത്ര പെൻസിലുകൾ വേണം, എത്ര പാക്കറ്റുകൾ വേണം എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 190 ആവാൻ നമുക്ക് എത്ര കൊടുക്കാം? ഒരു പെട്ടിയിൽ നമുക്കറിയാം, ഒരു പെട്ടിയിൽ 100 പെൻസിലുണ്ട് അല്ലേ. അപ്പോൾ വേണമെങ്കിൽ ഒരു പെട്ടി പെൻസിൽ കൊടുക്കാം അല്ലേ, ഒരു പെട്ടി പെൻസിൽ കൊടുക്കാം. ഇനി പാക്കറ്റ് ആണെങ്കിലോ 90 എണ്ണം ആവണം. അപ്പോൾ അവിടെ 9 എണ്ണം കൊടുക്കണം. 9 പാക്കറ്റും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 190 കറക്റ്റായിട്ട് കിട്ടും. ഇനി വിട്ടുപോയ കളങ്ങൾ പൂർത്തിയാക്കുക. 301, 401, 501. ഇനി എത്രയായിരിക്കും? 601, 701. ഇനി 299, 399, 499. പിന്നെ എത്രയാണ്? 599, 699. 300, 400, 500, 600, 700. വളരെ സിമ്പിളാണല്ലേ.
അപ്പോൾ ഇത്രയുമാണ് ഈ പാഠഭാഗം എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് 1000 എന്ന പാഠഭാഗമാണ് നോക്കാനുള്ളത്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എല്ലാം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.